السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 191. ജനിച്ച കുഞ്ഞിൻ്റെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണ്. ഫിഖ്ഹിൻ്റെ എല്ലാ കിതാബുകളിലും ഇത് കാണാൻ സാധിക്കും. എന്നാണ് മിൻഹാജിൻ്റെ ഇബാറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് എന്നതാണ് കാരണം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ജനിച്ചപ്പോൾ അദ്ദന ഫീ ഉദുനിൽ ഹുസൈൻ ഹീന ഉലിദ. ഇബ്നു ഹജർ റളിയല്ലാഹു തആല തുഫൈൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കാണും. എന്താണ് ഇങ്ങനെ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിൻ്റെ പൊരുള്? അതും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഹിക്മത്തുഹു അന്ന ശൈത്വാന യഖ്നുസുഹു ഹീനഇദിൻ ഫശുരിഅ അൽ-അദാൻ വൽ-ഇഖാമ ലിഅന്നഹു യുദ്ബിറു ഇൻദ സമാഇഹിമ. പിശാച് ജനിക്കുന്ന കുഞ്ഞിനെ ശല്യം ചെയ്യും. തത്സമയം ബാങ്കും ഇഖാമത്തും കൊടുക്കുന്ന പക്ഷം പിശാച് ഓടി അകലും. കാരണം പിശാചിന് ബാങ്കി ഇഖാമത്ത് വലിയ അലർജിയാണ്. ഇബ്നു സുന്നി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസും ഈ ഒരു ഹിക്മത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ വുലിദ ലഹു മൗലൂദുൻ ഫഅദ്ദന ഫീ ഉദുനിഹിൽ യംന വഅഖാമ സ്വലാത്ത ഫീ ഉദുനിഹിൽ യുസ്ര ലം തദുറഹു ഉമ്മുസ്സിബിയാൻ. ഉമ്മുസ്സിബിയാൻ അഥവാ കുഞ്ഞുങ്ങളെ ശല്യപ്പെടുത്തുന്ന സാത്താന്മാർ ബാങ്കും ഇഖാമത്തും ജനിച്ച ഉടനെ കൊടുത്തിട്ടുള്ള കുഞ്ഞിനെ ശല്യപ്പെടുത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. അതോടൊപ്പം എല്ലാ കിതാബുകളിലും കാണാൻ സാധിക്കും വലത് ചെവിയിൽ എന്നുകൂടി പറയലും സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്യലും അതും സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലതു ചെവിയിൽ ഈ 3 കാര്യങ്ങൾ, ബാങ്ക് കൊടുക്കണം, ഇഖ്ലാസ് സൂറത്ത് ഓതണം, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്നത് ചൊല്ലണം. ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. അങ്ങനെ ജനിച്ചു വീഴുന്ന കുട്ടി പൂർണ്ണമായും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിലായി വളർന്നു വരാൻ വളരെ അനിവാര്യമായ ഈ അടിസ്ഥാനപരമായ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.